ഇതില് വയനാട്ടിൽ പച്ചക്കൊടി വാനിൽ ഉയർന്ന് പറക്കാണ്. ഈ കോൺഗ്രസ് മടക്കി വെക്കാൻ പറഞ്ഞ പച്ചക്കൊടി ഉയർത്താൻ ഞങ്ങൾക്കൊരു പേടിയില്ലെന്ന് പറയാണ് LDF. കണ്ടു 4-3-7 ആളുള്ള INLന്റെ പതാകയല്ലേ. CPMന്റെയും CPIയുടെയും പതാകകൾക്ക് മുന്നിലല്ലേ അത് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ സന്ദേശവും LDFന്റെ വിശാല മനസ്കതയും കണ്ടില്ലെന്ന് നടിക്കരുത്. ഏത് വിശാല മനസ്കതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കൊടി കണ്ടാൽ അറിയാം അതൊരു വാശിപ്പുറത്തുള്ള കൊടിയാണ്. കോൺഗ്രസിനോടും ലീഗിനോടും ഒരു വാശി തീർക്കൽ ആ കൊടിയേറ്റത്തിന് പിന്നിലുണ്ട്. എനിക്ക് തോന്നുന്നത് ലീഗിനോട് അത്ര വലിയ വാശിയൊന്നുമില്ല. സത്യത്തിൽ അത് കോൺഗ്രസിനോടുള്ള വാശിയാണ് അവിടെ പ്രകടമാകുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് പിന്നെ സൗഹാർദ്ദ മത്സരമൊന്നുമല്ലല്ലോ. പച്ചക്കൊടി വെച്ചാണെങ്കിൽ അങ്ങനെ പച്ചക്കൊടി വെക്കാൻ കോൺഗ്രസിന് പേടിയല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ പേടിയില്ല എന്നാണ് LDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് ഇത് ഒരുതരം ഭീരുത്വമല്ലേ. ഇത് രാഷ്ട്രീയ മത്സരമാണ്, ഗുസ്തി മത്സരമൊന്നുമല്ല. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ വേണം കാര്യങ്ങൾ കാണാൻ. ഉത്തരേന്ത്യയിലെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ ലീഗ് പച്ച എന്നുള്ളത് അവിടുത്തെ പാകിസ്ഥാൻ പച്ചയാണ്. രാഹുലിനെയും കോൺഗ്രസിനെയും വീഴ്ത്താൻ വേണ്ടി അമിത്ഷായും നരേന്ദ്രമോദിയും വെച്ച ഒരു കെണിയാണിത്. ആ കെണിയിൽ വീഴണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ പച്ചക്കൊടി ഒഴിവാക്കിയത് ഒരു രാഷ്ട്രീയ ജാഗ്രതയാണ്. അവരൊരുക്കിയ കെണിയിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വീഴാതിരിക്കാൻ. അങ്ങനെ അവർ വീഴണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ. ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണല്ലോ. അപ്പോൾ ഈ പച്ച വെച്ച് വിദ്വേഷം പറയുമ്പോൾ അപ്പോൾ പച്ച ഉയർത്തിപ്പിടിച്ചാണല്ലോ നേരിടേണ്ടത്, അല്ല അതിനെ വഴങ്ങിക്കൊടുക്കല്ലല്ലോ വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ആനിരാജ പച്ചക്കൊടി ഉയർത്തിയതിലൊരു ക്രിയേറ്റീവ് രാഷ്ട്രീയമല്ലേ. നിങ്ങൾക്ക് അങ്ങനെ പറയാം. 1948 രൂപം കൊണ്ട പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, MLA മാരുണ്ട്, MP മാരുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്, സ്വന്തമായി പതാകയുണ്ട്, ചിഹ്നമുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയെ പാകിസ്ഥാൻ ചാരന്മാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുമ്പോൾ അത് ചെറുക്കണോ അല്ല അതിന് കുഴലൂത്തണോ? അത് നിങ്ങൾ പറ. അല്ല, അപ്പം കൊടി ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിക്കല്ലേ വേണ്ടത്. പിന്നെ ഈ പച്ചക്കൊടി വിഷയത്തിൽ സത്യത്തിൽ ആർക്കാണ് ആദ്യം വിഷമം വേണ്ടത്? ലീഗിനല്ലേ. അവർക്ക് അങ്ങനത്തെ ഒരു വിഷമവുമില്ല. കാരണം ഇത് ഒരു മതേതര രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉയർന്ന സമയമാണ്. അതിനിടയിൽ കൊടിയുടെ നിറമൊക്കെ എത്രയോ ചെറുതാണ്, എത്രയോ നിസ്സാരം. രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് CPMന്റെ ആളുകളും ഇടതുമുന്നണിക്കാരും നടക്കുന്നത്. അപ്പൊ വയനാട്ടിൽ വരുന്ന കൊടി ഒന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ്. പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാൽ മതി. LDFന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇതിൽ പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. ഇത് കോൺഗ്രസിനെ കുത്താൻ വേണ്ടി ഒരു അവസരം കാത്തു നിൽക്കുകയാണ് CPM. അപ്പോൾ കിട്ടിയൊരു ആയുധമാണ് ഈ പച്ചക്കൊടിയും പച്ചപ്രയമൊക്കെ. പച്ച പേടിച്ചിട്ട് 25 കൊല്ലം, 1/4 നൂറ്റാണ്ട് INLനെ പുറത്ത് നിർത്തിയ, LDFൽ നിന്ന് പുറത്ത് നിർത്തിയ ഒരു പാർട്ടിയാണ് CPM. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്താൻ പറ്റാത്ത രീതിയിലേക്ക് BJP നമ്മുടെ രാജ്യത്ത് എത്തിച്ചു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഏതായാലും കഷ്ടമാണ്. അതാണ് യഥാർത്ഥ പ്രശ്നം. രാജ്യം നേരിടുന്ന അതിഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചായിരുന്നു CPM പറയേണ്ടത്. ചുവപ്പ് കൊടി ചൈനയുടേതാണെന്ന് പറയുന്ന കാലം അടുത്തു വരുന്നുണ്ട്. അല്ല, CPM ചൈന ചാരന്മാരാണെന്ന് നേരത്തെ തന്നെ ആരോപണമുള്ളതാണല്ലോ. അപ്പോൾ ഇതേ വാദം അപ്പോഴും പറയേണ്ടി വരും, കൊടിയുടെ വാദം.